മലയാളത്തിന്റെ ക്യൂട്ട്നെസ് ആയതും അതേപോലെ യുവനടിയുമാണ് നസ്രിയ ഫഹദ്. നസ്രിയെക്കുറിച്ചുള്ള വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നിറഞ്ഞു നിൽക്കുകയാണ്. സൂക്ഷ്മദർശിനി എന്ന സിനിമയുമായാണ് നസ്രിയ ഏറ്റവും അവസാനം പുറത്തു വന്നത്. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം നസ്രിയ അഭിനയിച്ച ഒരു മലയാള സിനിമയായിരുന്നു സൂക്ഷ്മദർശിനി. അതിലെ മനോഹരമായ അഭിനയം നസ്രിയെ വളരെ വലിയ രൂപത്തിൽ തന്നെ പ്രശംസ നേടിക്കൊടുത്തു. ഈ സിനിമയെ വിലയിരുത്തിക്കൊണ്ട് 2024 ഫിലിം ക്രിട്ടിക്സിലെ മികച്ച നടിക്കുള്ള അവാർഡും നസ്രിയയ്ക്ക് ലഭിച്ചു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് മാത്രമാണ് ഈ ഒരു അവാർഡ് പ്രഖ്യാപിച്ചത്. എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളെ സോഷ്യൽ മീഡിയയിലും സിനിമയിൽ നിന്നെല്ലാം തന്നെ മാറി നിൽക്കുകയാണ് നടി നസ്രിയ. ഇതിനെല്ലാം തന്നെ കാരണം തന്റെ ജീവിതത്തിൽ നടക്കുന്ന ചില വൈകാരിക നിമിഷങ്ങൾ തന്നെയാണ് എന്നാണ് നസ്രിയ തുറന്നു പറഞ്ഞത്. തന്റെ ഇൻസ്റ്റാഗ്രാമിലൂടെ താൻ പങ്കുവച്ച ഒരു കുറിപ്പ് തന്നെയാണ് ഇതിന് കാരണമായത്. നസ്രിയുടെ വാക്കുകൾ എങ്ങനെയാണ്: എല്ലാവരും നന്നായിരിക്കുകയാണ് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ ഒരു നിമിഷത്തിൽ നിങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധ ഒരല്പ നിമിഷത്തേക്ക് ഞാൻ ഇങ്ങോട്ട് വിളിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി എൻ്റെ ഒരു അസാന്നിധ്യം നിങ്ങൾ എല്ലാവരും തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. നിങ്ങളെല്ലാവരും കരുതുന്ന പോലെ ഒരു സാന്നിധ്യത്തിന്റെ ഒരാൾ തന്നെയാണ് ഞാൻ. കഴിഞ്ഞ കുറച്ച് മാസങ്ങളെ എൻ്റെ വ്യക്തിജീവിതത്തിലെ എൻ്റെ ചില വെല്ലുവിളികളുമായി തരണം ചെയ്ത് ഞാൻ മുന്നോട്ട് പോവുകയായിരുന്നു. നിലവിലും അതേ ഒരു അവസ്ഥയിലൂടെയാണ് ഞാൻ ഇപ്പോഴും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. എൻ്റെ 30ാമത്തെ പിറന്നാളും സൂക്ഷ്മദർശിനിയുടെ വിജയവും മറ്റു കാര്യങ്ങളൊന്നും തന്നെ ആഘോഷിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് ഞാൻ. എൻ്റെ എല്ലാ സുഹൃത്തുക്കളോടും ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. അവരുടെ മെസ്സേജുകൾ ഞാൻ കാണുകയോ അവരുടെ ഫോൺ കോളുകൾ ഞാൻ എടുക്കുകയോ ചെയ്തില്ല. ഞാൻ മനസ്സുകൊണ്ട് എല്ലാവരോടും വളരെ താഴ്മയോടെ ക്ഷമ ചോദിക്കുകയാണ്. ഞാൻ ഒട്ടും വയ്യാതെ, ഒട്ടും മാനസികമായി ശരിയായിരുന്നില്ല. മികച്ച നടിക്കുള്ള അവാർഡ് എനിക്ക് ലഭിച്ചതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ. എനിക്ക് കുറച്ച് സമയം കൂടി വേണം. ഞാൻ പൂർണ്ണമായി തന്നെ ഇതിൽ നിന്നെല്ലാം തന്നെ മുക്തമായി ഉടനെ തന്നെ തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അല്പസമയം കൂടി എനിക്ക് തരൂ. ഞാൻ പെട്ടെന്നൊരു നിമിഷം അപ്രതീക്ഷിതമായതുകൊണ്ട് തന്നെ എൻ്റെ സുഹൃത്തുക്കൾക്കും എൻ്റെ വീട്ടിലുള്ളവർക്കും മറ്റുള്ളവർക്കും എല്ലാം തന്നെ വളരെ വലിയൊരു ചോദ്യചിഹ്നമായാണ് നിർത്തിയത്. അവർക്കുള്ളവർക്കാണ് ഞാൻ ഇങ്ങനെ ഒരു കുറിപ്പ് പങ്കുവയ്ക്കുന്നത്. എൻ്റെ സുഹൃത്തുക്കളോടും എൻ്റെ സഹപ്രവർത്തകരോടും എല്ലാവരോടും ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. എല്ലാവർക്കും നന്ദിയുണ്ട് എന്നും വൈകത്തെ തന്നെ നമുക്ക് എല്ലാവർക്കും കൂടിച്ചേരാം എന്നും എന്നെ പിന്തുണച്ച എല്ലാവർക്കും നന്ദി എന്ന് പറഞ്ഞുമാണ് നസ്രിയ തന്റെ കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. എന്നാൽ നസ്രിയെ ഇത്രത്തോളം വൈകാരികമായി തകർക്കാൻ എന്ത് സംഭവമാണ് ഉണ്ടായത് എന്ന ചോദ്യവുമായി ആരാധകർ രംഗത്ത് വരികയാണ്. ഫഹദുമായുള്ള ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നും നസ്രിയയ്ക്ക് ആരോഗ്യമായി എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നെല്ലാം തന്നെ ചോദിച്ച് നിരവധി പേരാണ് രംഗത്ത് വരുന്നത്. ഇത്രത്തോളം തകർന്നു പോകാൻ എന്താണ് ഉണ്ടായത് എന്നും നടിയുടെ വ്യക്തി ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന തരത്തിൽ ഒരുപാട് ചോദ്യങ്ങൾ ഉയർന്നു വരുന്നു. ഡിസംബറിന് ശേഷം നടി സോഷ്യൽ മീഡിയയിലും അധികം ആക്റ്റീവും ആയിട്ടില്ല. ഇതെല്ലാം തന്നെ ആ പോസ്റ്റിന് കാരണമാണ്. പോസ്റ്റിന് കാരണം ഒരുപാട് ചോദ്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നത് പ്രേക്ഷകർ. നമ്മൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് തുറന്നു പറഞ്ഞാൽ മാത്രമേ ശരിയാവുകയുള്ളൂ എന്നും നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് തുറന്നു പറയൂ, ഉടനെ തന്നെ ശരിയാകുമെന്ന് തന്നെയാണ് പ്രേക്ഷകർ എല്ലാവരും തന്നെ നസ്രിയുടെ കമന്റ് ബോക്സിൽ പോയി കമന്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് നസ്രിയ ഇഷ്ടമാണെന്ന കാര്യം വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്ത് പറയുക. വാർത്തകളും വിശേഷം എത്രയും പെട്ടെന്ന് അറിയാൻ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഫ്രണ്ട്സ്.